ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് മാനവ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞ 6 ശത്രുക്കൾ. ഖുർആനാണ് പറഞ്ഞത് നിങ്ങൾക്ക് 6 ശത്രുക്കളുണ്ട് എന്ന്. വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലെ കിടക്കുന്ന ശത്രുക്കളായ ആ ശത്രുക്കളെ പരാമർശിച്ച ആയത്തുകൾ എടുത്ത് ഈ ചാന്നാരുകോണം എന്ന് പറയുന്ന തർബിയത്തുൽ ഇസ്ലാം മദ്രസയുടെയും പ്രദേശ് കൊടവൂരിന്റെയും ഒക്കെ സംയുക്തമായി നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ മുമ്പിൽ ആ ശത്രുക്കളെ പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ ആ ശത്രുവിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്ന ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവൻ ശത്രുവാണ്, അവർ ശത്രുവാണ്, ആ പാർട്ടി ശത്രുവാണ്, ഈ സംഘടന ശത്രുവാണ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ മനക്കോട്ട കൂട്ടിയിരിക്കുന്ന ശത്രുക്കളെയാണോ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻഷാ അല്ലാഹ് 10:30 മണിക്ക് സ്വലാത്ത് ചൊല്ലി പിരിയും. 8:30 മണിക്ക് ആരംഭിച്ചു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, ഒന്നാമത്തെ ശത്രുവിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾ ഓതിയിട്ടാകും നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരധ്യായം, ആ അധ്യായം ഓതാത്ത ഒരു ദിവസം നിങ്ങൾക്കില്ല. പുരുഷന്മാര് മറന്നുപോയാൽ പോലും മറക്കാതെ ഓതുന്ന സ്ത്രീകൾ, വാപ്പ മരിച്ചാൽ വാപ്പയുടെ മയ്യത്തിന്റെ തലയുടെ ഭാഗത്തിരുന്ന് ഓതുന്ന അധ്യായം, ഏതൊരു കാര്യം നിയത്താക്കിക്കൊണ്ട് ആ അധ്യായം ഓതിയാലും ആ കാര്യം സാധിപ്പിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യായം, വിശുദ്ധ ഖുർആനിന്റെ ഹാർട്ടാണ്, ഹൃദയമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട അധ്യായമാണ് സൂറത്ത് യാസീൻ. ആ യാസീനിൽ അല്ലാഹു തആല 60-ാമത്തെ സൂക്തത്തിലാണ് ഒന്നാമത്തെ ശത്രുവിനെ പരിചയപ്പെടുത്തിയത്. ആ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ ശത്രു ആരെന്നറിയോ? ഖുർആനിൽ സൂറത്ത് യാസീനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നു, അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലെ 60-ാമത്തെ ആയത്തിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. ഓ മാനവ സമൂഹമേ, അല്ലാഹു വിളിക്കുന്നതാരെയാണ്? ആദമിന്റെ മക്കളെയാണ്, ആദം സന്തതികളെയാണ്, മനുഷ്യകുലത്തെയാണ്. 89 സ്ഥലങ്ങളിലാണ് വിശ്വാസികളെ എന്ന് അർത്ഥം വരുന്ന യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല വിളിച്ചത്. 20 സ്ഥലങ്ങളിലാണ് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യ വിഭാഗമേ എന്ന് വിളിച്ചത്. 5 സ്ഥലങ്ങളിലാണ് യാ ബനി ആദം, ഓ ആദമിന്റെ സന്തതികളെ, മനുഷ്യരെ എന്ന് അല്ലാഹു വിളിച്ചത്. അതിൽ ഒരു സ്ഥലം ഇത് തന്നെയാണ്. അല്ലാഹു വിളിച്ചിട്ട് പറയുകയാണ്, അലം അഹദി ഇലൈക്കും യാ ബനി ആദമ, ഓ ആദമിന്റെ സന്തതികളെ, മനുഷ്യ കുലമേ. അല്ലാഹു പറയുകയാണ്, നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് തന്നില്ലയോ? നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് തന്നില്ലയോ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലയോ? എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുതേ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുതേ. കാരണം എന്തെന്നറിയോ? ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. ആ പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാ. ആ ശൈത്താൻ നിങ്ങളുടെ ശക്തനായ ശത്രുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്, പടച്ചവനെ നിങ്ങൾ ആരാധിക്കണമെന്ന് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങളിൽ 6660 ചില്ലുവാരമായത്തുകളിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്
നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് തന്നില്ലയോ? നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്തില്ലയോ? നിങ്ങൾക്ക് ഞാൻ താക്കീത് തന്നില്ലയോ? ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങളുടെ ശത്രുവാണ് ശൈത്താനെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനെ പരിചയപ്പെടുത്തിയ 6 ശത്രുക്കളിൽ ഒന്നാമത്തെ ശത്രു അത് ശൈത്താനാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന് പറയുക മാത്രമല്ല, സൂറത്തുൽ അഅറാഫ് 17-ാമത്തെ ആയത്തിലൂടെ പടച്ച തമ്പുരാൻ ഈ ശൈത്താൻ അല്ലാഹുവിന്റെ മുന്നിൽ ആണയിട്ട് പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശൈത്താന് പടച്ച തമ്പുരാന്റെ മുന്നിൽ ശക്തമായ രീതിയിൽ ശപഥം ചെയ്യുകയാണ്. ആണയിട്ട് കൊണ്ട് ശൈത്താൻ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ മനുഷ്യനെ അടുക്കലേക്ക് സമീപിക്കുന്നത്, ഞാൻ മനുഷ്യന്റെ അടുക്കൽ പോകുന്നത്, ഒരു ശത്രു മുന്നിലൂടെ വരാറുണ്ട്, ചിലപ്പോൾ ആ ശത്രു പിന്നിലൂടെ വരാറുണ്ട്, ചില ശത്രുക്കൾ വലതുഭാഗത്ത് കൂടി വരാറുണ്ട്, ചില ശത്രുക്കൾ ഇടതുഭാഗത്ത് കൂടി വരാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ മുന്നിൽ ആണയിട്ടുകൊണ്ട് ശൈത്താൻ പറയുകയാണ്, ശപഥം ചെയ്തുകൊണ്ട് ശൈത്താന് ശക്തമായി പടച്ചവന്റെ മുന്നിൽ വാദിക്കുകയാണ്, അല്ലാഹുവേ, ഞാൻ മനുഷ്യനെ സമീപിക്കുന്നത് മിൻബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ ഞാൻ പോകും പടച്ചവനെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ ഞാൻ പോകും തമ്പുരാനെ, വഅൻ ഐമാനിഹിം, അവരുടെ വലതുഭാഗത്തു കൂടി ഞാൻ പോകും അല്ലാഹ്, വഅൻ ശമാഇലിഹിം, ഞാൻ അവരുടെ ഇടതുഭാഗത്തു കൂടി പോകുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ ശത്രുവായ ശൈത്താനുണ്ടല്ലോ, നാനാഭാഗത്തിലൂടെ നമ്മളെ വേട്ടയാടും, നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ എന്തുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ നമുക്ക് ആ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്? ആ ശത്രുവിന്റെ പിന്നാലെ നമ്മൾ പരക്കം പായുന്നതെന്തിനാ? ആ ശത്രുവിനെ നമ്മൾ പൂവിട്ട് പൂജിക്കുന്നതെന്തിനാ? ശൈത്താന് നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞത് അല്ലാഹുവല്ലേ? ഇന്നേ വരെ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ വ്യത്യാസം വരാത്ത വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ശത്രുവുണ്ടല്ലോ, ആ ശത്രു എങ്ങനെയാണ് മുന്നിലൂടെ വരുന്നതിന്റെ ലക്ഷണമെന്നറിയോ? എങ്ങനെയാണ് പിന്നിലൂടെ വരുന്നതിന്റെ ലക്ഷണമെന്നറിയോ? വലത്തുമിടത്തു ഭാഗങ്ങളിൽ നിന്ന് പിശാച് നമ്മളെ സമീപിക്കുന്നതിന്റെ അടയാളം എങ്ങനെയാണെന്നറിയോ? ആ അടയാളം കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കും, ഇന്ന് അസർ കഴിഞ്ഞും പിശാച് വന്നിട്ട് പോയി, ഇന്ന് മഗ്രിബ് കഴിഞ്ഞിട്ടും പുറകിലൂടെ ശൈത്താൻ വന്നു, വലതുഭാഗത്തുകൂടെ ശൈത്താൻ ജുമുഅ കഴിഞ്ഞിറങ്ങിയപ്പോ അപ്പോഴും വന്നു, ഇടതുഭാഗത്തുകൂടി വരുന്ന ശൈത്താൻ കൃത്യമായി എന്നെ സമീപിച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലായ്പ്പോഴും നൈരന്തര്യം ദൈനംദിനം എന്റെ പിന്നാലെയും മുന്നാലെയും എന്റെ വലത്തും ഇടത്തും പാർശ്വങ്ങളിലൂടെയും ഈ ശത്രു എന്നെ സമീപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ മുന്നിലൂടെ വരുന്നതിന്റെ ലക്ഷണം പറഞ്ഞു തരാം. പിന്നിലൂടെ വന്നാലുള്ള ലക്ഷണം എന്തെന്നറിയോ? ആ അടയാളം തിരിച്ചറിഞ്ഞാൽ മനസ്സിലാവും, പടച്ചവനെ, ഒരു വട്ടമല്ല 1000 വട്ടം ശൈത്താൻ എന്റെ അടുത്ത് വന്നു പോയി എന്ന് നമുക്ക് അപ്പോഴാണ് തിരിച്ചറിവുണ്ടാവുക. ഇൻഷാ അല്ലാഹ് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം കൂടി പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ഉണർന്നിരിക്കും സന്തോഷത്തോടു കൂടി. എന്തോ ഇതിപ്പോ കണ്ടകോളില് ഓണോ നബിദിനോ കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന ഞാനെന്നാ തോന്നുന്നത് കണ്ടിട്ട്. അപ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ അനുഗ്രഹീതമായ സദസ്സ് ഇന്ന് സമാപനമാണ്. ഈ സമാപനത്തിന് നമ്മൾ ദുആ ചെയ്ത് ഇവിടെ നിന്ന് പിരിയുമ്പോ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 6 ശത്രുക്കളെ തിരിച്ചറിഞ്ഞു പോകണം. എന്നിട്ടും അവന്റെ വായിൽ കൈ കൊണ്ടിട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഉത്തരവാദിയല്ല. ഈ ശത്രുവിനെ മനസ്സിലാക്കിയിട്ട് വീണ്ടും അവന്റെ മാളത്തിനകത്ത് കയറി അവന്റെ തല്ല് വാങ്ങിയാൽ ആരാണ് ഉത്തരവാദി? അതുകൊണ്ട് നമ്മൾ പഠിക്കണ്ടേ, നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത് എത്ര വലുതാ. പടച്ചോൻ ഈ ശത്രുവിനെ പരിചയപ്പെടുത്തി തന്നില്ലായിരുന്നെങ്കിൽ നമ്മളെ എപ്പോഴേ ആക്രമിച്ചേനെ. നമുക്ക് മനസ്സിലാവണ്ടേ? അതുകൊണ്ട് ഒന്നാമത്തെ ശത്രു ശൈത്താൻ. നമുക്കൊരു ധാരണയുണ്ട് ഒരു നാട്ടില്. അപ്പോ മുസ്ലിയാരുടെ വില എന്തെന്നറിയണമെങ്കിൽ ഒറ്റ കാര്യം, കൊടവൂര് 1000 ഇബാദത്തുള്ളവരുണ്ട്, ഒരു ആലിമുണ്ട്. ശൈത്താൻ വന്നാൽ 1000 ആബിദീങ്ങൾ ശൈത്താനോട് പോരടിക്കുന്നതിനേക്കാൾ ഒരു ആലിമ വിചാരിച്ച നടക്കും. فإنا فقيها واحدا متورعا أشد على الشيطان من 1000 عابدين.
അതാണ് ഒരു ആലിമിന്റെ പവർ. കുടവൂർ ഉസ്താദിനെ കണ്ടവരാണ് നിങ്ങൾ. ബഹുമാനപ്പെട്ട ശൈഖുന എന്നെ ഉസ്താദിനെ കണ്ടവരാണ് നിങ്ങൾ. സഹോദരങ്ങളെ, ആലിമീങ്ങളെ, സാത്വികരായ ഒരുപാട് പണ്ഡിതന്മാരെ കണ്ട മണ്ണാണ് കൊടവൂരിന്റെ മണ്ണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ശൈത്താനെ പ്രതിരോധിക്കാൻ ബോധവാന്മാരാവുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന അനുമാനത്തിൽ ഞാൻ രണ്ടാമത്തെ ശത്രുവിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ശത്രുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി രണ്ടാമത്തെ ശത്രു എന്നറിയോ? രണ്ടാമത്തെ ശത്രു കേട്ടോളി. ഒന്ന് പിശാച്. ആ പിശാചിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണ്? മതബോധം ഉണ്ടാവുക, പഠിക്കുക, ഇൽമു പഠിക്കുക. അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ശഖീഖുൽ ബൽഖി തങ്ങൾക്ക് 4 ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ച ശൈത്താനെ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇൽമുള്ളവരായി, പാണ്ഡിത്യമുള്ളവരായി, അതും വറഉള്ള പണ്ഡിതന്മാരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോളീൻ. രണ്ടാമത്തെ ശത്രു എന്നറിയോ? 6 എണ്ണം പറയണം. 6 എണ്ണം പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ ശത്രു ഏതാണ്? അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമയെയും നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന ഒരു അബദ്ധധാരണ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പുലർത്താറുണ്ട്. ആരെയാ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി വിട്ടത്? നമ്മൾ പറയും ആദമിനെ. പിന്നെ ആരെയാ? ഹവ്വായെ. വേറെ ആരെയുമില്ലേ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്? അവിടെയാണ് നമ്മുടെ അറിവിന്റെ പരിമിതി. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ആദം നബിയോടും ഹവ്വാ ബീവിയോട് നിങ്ങൾ രണ്ടുപേരെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഖുൽ നഹ്ബിത എന്ന് പറഞ്ഞിട്ടില്ല. ഒരാളെ പുറത്താക്കിക്കൊണ്ട് ഖുൽ നഹ്ബിത എന്ന് പറഞ്ഞിട്ടില്ല. എവിടെ അല്ലാഹു പറയുന്നുണ്ടോ? സൂറത്തുൽ ബഖറ 36-ാമത്തെ ആയത്താണ് രണ്ടാമത്തെ ശത്രു. എവിടെയാണോ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ആദം നബിയെയോ ഹവ്വാ ബീവിയെയോ എക്സിറ്റ് അടിച്ചതിനെ പറ്റി പറയുന്നിടത്തൊക്കെ അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്? വഖുൽ നഹ്ബിതൂ, നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകണേ. ആരായി എല്ലാവരും? ആദം നബിയുടെ നട്ടെല്ലിൽ ഓടിയിരുന്ന രേതസ്കരമാകുന്ന തിരുവനന്തപുരം ജില്ലയിലെ കുടവൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും രേതസ്കണമെന്ന ആദം നബിയുടെ നട്ടെല്ലിലൂടെ ഓടിക്കളിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ സുവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഖുൽ നഹ്ബിതൂ, നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് പൊയ്ക്കോ. പനവൂരുള്ള ഞാനും അന്ന് പുറത്തു വന്നു, കൊടവൂരുള്ള നിങ്ങളും പുറത്തു വന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? ബഅലുക്കും ലി ബഅലിൻ അദുവ്. നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ സന്ദർഭം തന്നെ ബഅലുക്കും ലി ബഅലിൻ അദുവ്. നിങ്ങളിൽ ചിലർ നിങ്ങൾക്ക് ശത്രുക്കളാണ്. നിങ്ങളിൽ ചിലർ നിങ്ങൾക്ക് ശത്രുക്കളാണ്. ഈ ചാമാര് കോണം എന്ന് പറയുന്ന പ്രദേശത്ത്, കുടവൂർ പ്രദേശിന്റെയും അതുപോലെ തർബിയത്തുൽ ഇസ്ലാമിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഇടയിൽ ശത്രുക്കളുണ്ട്. നിങ്ങൾക്കറിയില്ല. എന്റെ പെങ്ങന്മാരെ, നിങ്ങളുടെ വലത്തോ ഇടത്തോ മുന്നിലോ പിറകിലോ ശത്രുവുണ്ട്. അത് ആരാണ്? നമ്മൾ തന്നെയാണ് നമ്മൾ ശത്രുവായി മാറുന്നത്. ഇത് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ ശത്രുവാണ്. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് 14 മുമ്പ് പറഞ്ഞത് അഹ്ബബ് ഹബീബക ഹൗനമ്മ അസായി യകൂന ബഗീലക യൗമമ്മ അബ്ഗൽ ബഗീലക ഹൗനമ്മ അസായി യകൂന ഹബീബക യൗമമ്മ. എന്താ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേവലം നിസ്കാരം മാത്രമാണോ? നോമ്പ് മാത്രമാണോ? സക്കാത്ത് മാത്രമാണോ? അല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അഹ്ബബ് ഹബീബക ഹൗനമ്മ അസായി യകൂന ബഗീലക യൗമമ്മ. ഷാനവാസ് മന്നാനിയുടെ മുമ്പിൽ എന്റെ ഹൃദയത്തിന്റെ ചെപ്പ് മുഴുവനും തുറക്കരുത് ഞാൻ. കാരണം അസായി യകൂന ബഗീലക യൗമമ്മ പറയാൻ പറ്റൂല. നാളെ ഒരു സമയത്ത് എന്റെ ശത്രുവായി മാറും. ഷംനാദ് മന്നാനിയോട് എനിക്കുള്ള വെറുപ്പ് ഒരിക്കലും അന്ധമായ വെറുപ്പാകരുത്. അയാളെ കണ്ട കടിച്ചു കീറാൻ തോന്നി, അയാളെ എല്ലാ സ്ഥലത്തും വെറുപ്പിക്കുന്ന ഒരു സാഹചര്യം വരാൻ പാടില്ല. കാരണം അസായിയകൂന ഹബീബക യൗമമ്മ, നാളെ എന്റെ ഏറ്റവും അടുത്ത മിത്രമായി മാറും, സുഹൃത്തായി മാറും. ചങ്കെന്നും പറയേണ്ട, സുഹൃത്തെന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? സു എന്ന് പറഞ്ഞാൽ നല്ലത്, സുഹൃതം അല്ലേ? നല്ലതിനാണ് സു ചേർത്ത് പറയുന്നത്.
ഹൃത്തെന്ന് പറഞ്ഞ ഹാർട്ട്, ഹൃദയം. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം ഒന്നാണ്. അപ്പൊ ഒരു സുഹൃത്ത് എന്നൊരാളെ പറ്റി പറഞ്ഞാൽ അത്രയും അടുത്ത ഒരാളെയാണ് പറയുക. ആ സുഹൃത്തായി നാളെ ഷംനാദ് മന്നാനി മാറും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരാളെയും ഒരു ലിമിറ്റിനപ്പുറം വിഷമിപ്പിക്കുകയോ കൂടുതൽ അടുപ്പിക്കുകയോ വേണ്ട. അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ എല്ലാ രഹസ്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട. ഇത് അള്ളാന്റെ ഹബീബ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്, ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ശത്രു നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. എങ്ങനെ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ശത്രുക്കളാകാൻ സാധ്യതയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അത് നമുക്ക് അല്ലാഹു തന്ന ഭൂമിയിലെ ഒരു ശിക്ഷയാണ്. നമ്മൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങോട്ട് ഇറക്കിയത് കൊണ്ട് 10 ഏക്കർ വാങ്ങാൻ പറ്റി, വലിയ വീട് വെക്കാൻ പറ്റി, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് മാത്രമല്ല, ഞാൻ ആ വാർഡിന്റെ ആളല്ലേ, ഞാൻ ഈ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ, ഞാൻ ആ പള്ളിയുടെ ഇമാമല്ലേ, അപ്പൊ സ്വർഗത്തിലായിരുന്നെങ്കിൽ വല്ലതും നടക്കുവോ? ഇവിടെ വന്നത് കൊണ്ടല്ലേ ഇതിനൊക്കെ പറ്റിയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഏത്? നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അള്ളാഹു താല ചിലരെ നമ്മുടെ ശത്രുക്കളാക്കി മാറ്റിയത്. അതിന് നാം എന്തു വേണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ ശത്രുവിനെ പ്രതിരോധിക്കാൻ 2 മാർഗങ്ങൾ പറയാം. തൽക്കാലം ഒത്തിരി ഉണ്ട്, 2 പറയാം. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? ഇപ്പൊ അപ്പുറത്തെ വീട്ടുകാരിയുടെ മകളുടെ കല്യാണം വന്നു. എന്തോ ഒരു വിഷയത്തിന്റെ പേരിൽ നമ്മളോട് പിണക്കുണ്ട്. നമ്മളെ കല്യാണം വിളിച്ചില്ല. ന്യായമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും? നമ്മുടെ മോളെ കല്യാണം വരുമ്പോ, മോളെ കല്യാണം ആണെങ്കിൽ ചിലപ്പോൾ വിളിക്കും, കാരണം ഇങ്ങോട്ട് മറ്റേ പൊതി വാങ്ങാനുള്ളതാ. മോന്റെ കല്യാണം ആണെങ്കിൽ വിളിക്കില്ല. അവളുടെ മകളുടെ കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേരിൽ നമ്മൾ അവരോട് ചെയ്യുന്ന പരിപാടി എന്താ? നമ്മളെ മകളുടെ കല്യാണം വിളിക്കില്ല. എന്നാൽ അങ്ങനെ വിളിക്കാതിരുന്ന എന്താ സംഭവിക്കുക? നിങ്ങൾ തമ്മിലുള്ള ശത്രുത കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് വേണം? വിശുദ്ധ ഖുർആൻ നോക്ക്, സൂറത്തുൽ ഫുസ്സിലത്ത് അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സന ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞതാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? പെങ്ങളെ, ആർക്കും ഇത് കഴിയണമെന്നില്ല, പറയാനല്ലാതെ എനിക്കും പക്ഷേ പറ്റണമെന്നില്ല. ഇങ്ങോട്ട് എങ്ങനെ കാണിക്കുന്നുണ്ടോ അങ്ങോട്ട് അതുപോലെ തന്നെ കാണിക്കാൻ പാടില്ല. നമ്മളോട് പിണക്കം കാണിക്കുന്നവനോട് നമ്മളും പിണങ്ങി നടക്കരുത്. നമ്മളോട് മിണ്ടാതെ മുഖം തിരിച്ചു നടക്കുന്നവനോട് നമ്മളും മുഖം തിരിച്ചു നടക്കരുത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു പറയുന്നു, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. നന്മയും തിന്മയും സമമല്ല, നന്മയും തിന്മയും ഒരുപോലെയല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലതായ കാര്യം നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചെയ്യുക. ഒരാളോട് നമുക്ക് ദേഷ്യം വന്നാൽ ഒരിക്കലും അവര് നമ്മളോട് കാണിക്കുന്നത് പോലെ തിരിച്ചു ചെയ്യരുത്. അത് എപ്പോഴും ശത്രുതയിൽ തന്നെ കണ്ടെത്തിക്കുന്നതാണ്. എന്നാ നമ്മൾ തിരിച്ചു ചെയ്യേണ്ടത് ഏറ്റവും ഉചിതമായ ഏറ്റവും നന്മയായ കാര്യമാ ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോ എന്താണ് അല്ലാഹു പറയുന്നു, ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവ. നിങ്ങളെ തമ്മിലിടയിൽ നിങ്ങളുടെ ശത്രുതയുണ്ടെങ്കിൽ കഅന്നഹു വലിയ്യുൻ ഹമീം, ഏറ്റവും നല്ല മിത്രമായി നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്നാണ്. ഇങ്ങോട്ട് പിണങ്ങി കഴിയുന്നവരോട് അങ്ങോട്ട് ചെന്ന് മിണ്ടുക, ഇങ്ങോട്ട് സലാം പറയാത്തവരോട് അങ്ങോട്ട് സലാം പറയുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോപിക്കേണ്ടടുത്ത് കോപിക്കണമെന്ന് നമ്മൾ അങ്ങനെയല്ല. നിസ്സാര കാര്യത്തിന് നമ്മുടെ പള്ളിയിലെ പ്രശ്നമുണ്ടാക്കുന്നവര്, ഞാൻ പറയട്ടെ, പുണ്യ റബീന്റെ അനുഗ്രഹീതമായ രാവ് വരികയാണല്ലോ. ഇന്ന് അസ്തമിച്ചല്ലോ. നാളത്തെ ശനിയാഴ്ചയുടെ പ്രഭാത സൂര്യ കിഴക്കൻ ചക്രവാളത്തിൽ പ്രകടമാകുമ്പോ, നാളത്തെ അസ്തമയ സമയത്ത് ശനിയാഴ്ചത്തെ സൂര്യൻ അസ്തമിച്ചിട്ട് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുമ്പോ, ലോകത്തിന്റെ നേതാവേ, ലോകത്തിന്റെ ജേതാവേ, പുണ്യവസന്തമേ, ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും, ഏത് ഡെൻമാർക്കിലും ഏത് നെതർലാൻഡിലും ഏത് പത്തനംതിട്ടയിലും ഏത് തൊടുപുഴയിലും ആരൊക്കെ ചോദ്യ പേപ്പർ എഴുതിയാലും, ആരൊക്കെ പുസ്തകം എഴുതിയാലും, ആരൊക്കെ കാർട്ടൂൺ വരച്ചാലും, ആരൊക്കെ എന്തെല്ലാം പേര്
പേരിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചാൽ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ജ്വലിക്കുന്ന നമ്മുടെ വികാരമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അനുഗ്രഹീതമായ ജന്മദിനം കടന്നു വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്രയോ വലിയ വലിയ സമ്പന്നന്മാരുണ്ട്, വീടുകൾ വെച്ചിട്ട് അഭിമാനത്തോടെ അഹങ്കാരം കാണിക്കുന്ന സമ്പന്നന്മാരുണ്ടല്ലോ. ഇതെന്റെ വീടാണ്, അവന്റെ വീടിനേക്കാൾ എത്രയോ സ്ക്വയർ മീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളുമ്പോ എത്രയോ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിയിട്ട് എന്റെ സംഘടനയാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ വിമർശിക്കുന്ന, ഹബീബായ നബി തങ്ങളെ പച്ചയ്ക്ക് പള്ളവിളി ചീത്ത വിളിക്കുന്ന, റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന, അവിടുത്തെ ഇവിടെ പ്രിയപ്പെട്ട ഭാര്യമാരെ മോശമായി ചിത്രീകരിക്കുന്ന എത്രയോ ചാനലുകൾ കേരളത്തിലുണ്ട്, എത്രയോ സ്വകാര്യ ചാനലുകളുണ്ട്, എത്രയോ സ്വന്തമായി യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കിയിട്ട് ഒരു വൃത്തികെട്ടവൻ നെതർലാൻഡിലിരുന്ന് അടച്ചിട്ട കണ്ണാടി ചെളിനകത്തിരുന്ന് റസൂലുള്ളാഹിനെ വിമർശിക്കുന്നവരുണ്ട്. എന്നാ ചോദിക്കട്ടെ, ഇന്നേ വരെ ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇടാൻ ഏതെങ്കിലും വ്യക്തികൾക്കോ പണക്കാർക്കോ സംഘടനകൾക്കോ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാർക്കോ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് റസൂലുള്ളാഹിനോട് സ്നേഹമെന്ന് നമ്മൾ പറയുമ്പോൾ ഹബീബായ നബി തങ്ങളെ പറ്റി വിമർശിക്കുന്ന ആളുകളുണ്ട്. അതിനോട് നമുക്ക് എപ്പോഴും സമദൂര സിദ്ധാന്തമാണ്. എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല. അവര് നമ്മൾ ആരെങ്കിലും പറയാൻ തീരുമാനിച്ചാലോ, ആരെങ്കിലും ഒന്ന് വിമർശിക്കാൻ തീരുമാനിച്ചാലോ, അവര് പറയുന്നത് എന്തിനാ നിങ്ങൾ വാപോയ കോടാലി പോലെ ആകുന്നത്? ആലിമീങ്ങൾ തന്നെ പറയും അവന് വാപോയ കോടാലിയാണ്. എന്തിനത് പറയണം? അവരെ എന്തിന് വളർത്തണമെന്ന് പറഞ്ഞിട്ട് അതിനെ മോശമായി ഒന്ന് വിമർശിക്കാൻ പോലും മോശമായ വാക്കുകൾ കൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇന്ന് തർക്കത്തിലല്ലേ നമ്മൾ. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ ശത്രുവിലേക്ക് കടക്കുകയാണ്. സഹോദരിമാർ, ഒരുപാട് സഹോദരിമാർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ മൂന്നാമത്തെ ശത്രുവിനെ പരിചയപ്പെടുത്തട്ടെ. ദേഷ്യമോ വിഷമമോ ഒന്നും വേണ്ട. മൂന്നാമത്തെ ശത്രു ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ അദുവാരം അറിയോ? അത്തഗാബുന് 14ാമത്തെ സൂക്തത്തിലാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും. അല്ലാഹു പറയുകയാണ്, ഇത് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കണം, ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. അല്ലാഹു പറയുന്നു, വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും, നിങ്ങളുടെ ഭാര്യമാരില്, വഔലാദികും, നിങ്ങളുടെ സന്താനങ്ങളില്, അദുവ്വൻ ലകും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഫഹ്ദറൂഹും, നിങ്ങൾ സൂക്ഷിക്കണം. അവങ്ങൾ കുടുംബം കലക്കാൻ വന്നതാണ്, പറയാൻ വന്നതാണെന്ന് ചിന്തിക്കണ്ട. ഇത് ഖുർആന്റെ ഭാഷയാണ്. അവൻ പറയും, ഉസ്താദേ, ആണുങ്ങൾ അപ്പൊ പറയണ്ട, ഭർത്താക്കന്മാരിലെ ശത്രുക്കൾ ഉണ്ടാവൂലേ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഖുർആനിൽ ഒരിടത്ത് പോലും സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്ന സൗജത്ത് എന്ന പദം കാണാൻ കഴിയില്ല. എവിടെയൊക്കെ അല്ലാഹു തആല പറഞ്ഞു അവിടെയൊക്കെ സൗജ് എന്നേ പറഞ്ഞിട്ടുള്ള. ആണിന് 2 കൊമ്പ്, അതൊന്നും ഖുർആനിലില്ല. ഖുർആൻ പറഞ്ഞതൊക്കെ സൗജ് എന്നാണ്. അത് ആണിനെ പറ്റിയും സൗജ് എന്ന് പറഞ്ഞു, പെണ്ണിനെ പറ്റിയും സൗജ് എന്ന് പറഞ്ഞു. സൗജ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇണയെന്നേ അർത്ഥമുള്ളൂ. ഭാര്യ ഭർത്താവ് എന്ന് മലയാളത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാ. ഭരിക്കപ്പെടേണ്ടവളും ഭരിക്കുന്നവനും ഒന്നും, ഭരിക്കുന്നവനെന്നും ഭരിക്കപ്പെടുന്നവളെന്നും. ചില സ്ഥലങ്ങളിൽ ഭരിക്കുന്നവളും ഭരിക്കപ്പെടുന്നവനും അങ്ങനെ ആവാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അതാരും പുറത്തു പറയൊന്നുമില്ല, അതറിയാനും പറ്റില്ല നമുക്ക്. പക്ഷേ ഇണകളെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എങ്ങനെയെന്നറിയോ? എങ്ങനെ ഉണ്ടാവുക? എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഈ ആയത്തിറങ്ങാനുള്ള കാരണം പഠിച്ചാൽ മതി. മക്കയിൽ ഒരാള് മുസ്ലിമായി, അയാള് ഇസ്ലാം മത വിശ്വാസിയായി, അള്ളാഹുവിനെ ഏകനായി അംഗീകരിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയെ പ്രവാചകരായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായി. പക്ഷെ മദീനയിൽ പോയി റസൂലുള്ളാഹിനെ കാണണമെന്ന മോഹം വന്നു. പോകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഭാര്യ മക്കൾ വന്നിട്ട് പറഞ്ഞു ഭർത്താവിനോട്, ഉപ്പയോട്, പോകരുതേ, നിങ്ങൾ മദീനയിൽ പോകരുതേ, മുഹമ്മദിനെ കാണാൻ നിങ്ങൾ പോകരുതേ. ആ സമയത്തരാ മനുഷ്യന്റെ മനസ്സല്ലേ,
മനസ്സങ്ങനെയാണല്ലോ. മനുഷ്യന്റെ മനസ്സിനെ പറ്റി കൽബെന്നാണല്ലോ പറയുന്നത്. മറിഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞും ഇരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന്റെ മനസ്സങ്ങ് മാറുകയാണ്. എന്നാ വേണ്ട റസൂലുള്ളാഹിനെ കാണണ്ടെന്ന തീരുമാനം വരുമ്പോ ആകാശലോകങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാന്റെ മലക്ക് ദൂതനെ കടന്നു വരികയാ. ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം വീർക്കുമാറ് അവിടെ ഓതിക്കൊടുക്കുകയാണ്. ഇന്നമിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവല്ലക്കും ഫഹദറൂഹു. ഓ വിശ്വസിച്ച മനുഷ്യ, നിങ്ങളുടെ ഇണകളിൽ സന്താനങ്ങളിൽ നിങ്ങൾക്ക് ശത്രുവുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസിന്റെ പ്രിയപ്പെട്ടവരറിയണേ, ലൈസ അദുവുകുല്ലദീന ഖതൽതഹു കാന ലക നൂറാ. അബൂ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്ന ലൈസ അദുവുകുല്ലദീന ഖതൽതഹു കാന ലക നൂറാ. നീ രണാങ്കണത്തിൽ വെച്ച് ഒരുത്തനെ കൊന്നാൽ ആ കൊലകാരണം നിനക്ക് നാളെ പരലോകത്ത് പ്രകാശം കിട്ടും. ഇനി അവൻ നിന്നെ കൊന്നാൽ അത് കാരണം നീ സ്വർഗത്തിലാണ്. സഹോദരങ്ങളെ, ഫലസ്തീനി ബാലനായ പാവപ്പെട്ട ഒരു പൊന്നുമോര് ഏതോ ഒരു ഇസ്രയേലി ശ്വാന പട്ടാളക്കാരന്റെ നേരെ കല്ലെടുത്തെറിഞ്ഞു. ആ ശ്വാന പട്ടാളക്കാരൻ വീണ് ചത്തുപോയ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ ഫലസ്തീനി ബാലന് അതുകൊണ്ട് നാളെ പരലോകത്ത് പ്രകാശമാണ്. ഇനി പൊതിച്ചോറെന്ന നിലയില്, അതല്ലെങ്കിൽ ഭക്ഷണ കിറ്റാണെന്ന വേജേന് ഒരു ബോംബിട്ടുകൊണ്ട് ഫലസ്തീനി ബാലനെ നശിപ്പിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു നാശമാ ഫലസ്തീനി ബാലനുണ്ടായാൽ അത് കാരണമായി ദഖലൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗം അവനെ ഉറപ്പാണെന്ന് പഠിപ്പിച്ച ശത്രുവുണ്ടല്ലോ. ആ ശത്രുവല്ല യഥാർത്ഥ ശത്രു. നമ്മുടെ ശത്രു ആരാണ്? നമ്മൾ കുറെ ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആമുഖം പറഞ്ഞല്ലോ, ആ ശത്രുക്കളെ നമ്മൾ എങ്ങനെ മനസ്സിലോട്ട് കൊണ്ടുവരും എന്നാ പഠിച്ചോ. നിങ്ങളിൽ ഏറ്റവും വലിയ ശത്രുവാരെന്നറിയോ? കുടവൂരുകാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിന്റെ ഏറ്റവും വലിയ ശത്രു അല്ലദീ ഖറജ മിന സുൽബിക, നിന്റെ നട്ടലിൽ നിന്ന് പുറത്തു വന്ന നിന്റെ മോനാണ്. ഒരു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞ മാത്രയിൽ ആ പ്രിയപ്പെട്ട ആ സഹോദരി 2-3 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആണെന്നറിഞ്ഞപ്പോ വലിയ മോഹം ഒരു കുഞ്ഞിനെ വളർത്താൻ. ആ പ്രിയപ്പെട്ട സഹോദരി പനി പിടിച്ചാല് ആവി പിടിക്കും, ചുമ വന്നാല് ചുക്ക് കാപ്പി കുടിക്കും. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നടുവേദന വന്നാൽ എന്തെങ്കിലും തൈലം തേച്ചുകൊണ്ട് ആശ്വാസം കണ്ടെത്തും, മരുന്ന് കഴിക്കില്ല. എന്താ കാര്യമെന്നറിയോ? തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാലോ വൈകല്യം വന്നാലോ, അങ്ങനെ ചിന്തിച്ച് 9 മാസം കഴിഞ്ഞ് നിറവയറുമാകിട്ട് ലേബർ റൂമിനകത്ത് പോയി. ലേബർ റൂമിനകത്ത് ചെന്നപ്പോ പ്രസവം രണ്ടാലര രീതിയിൽ. ഒന്ന് സിസേറിയൻ അല്ലേ? ഒന്ന് സിസേറിയൻ, രണ്ടാമത്തേത് കൊടവൂരും പനവൂരും ഒക്കെ വേറെയാണ്. ഒന്ന് സിസേറിയൻ, രണ്ടാമത്തേത് പറയേ ഉറച്ചു പറ, സുഖപ്രസവം. സുഖപ്രസവം പെണ്ണുങ്ങൾ കേൾക്കണ്ട, നല്ല സുഖമാണ് പ്രസവിക്കാൻ. എല്ലാരും പറയും എങ്ങനെ ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാ ഭാര്യ പ്രസവിച്ചു. എങ്ങനെ? സുഖപ്രസവം. എന്തൊരു സുഖമായിരുന്നറിയോ? മരണത്തിനെ മുഖാമുഖം കാണുക. ഒരു നിമിഷത്തെ ആ വേദന അവൾക്ക് മറക്കാനുള്ള ഒരു ഫളില്, അത് മറന്ന് പ്രസവിച്ച് കുഞ്ഞിനെ കയ്യിൽ കൊടുത്ത് തന്റെ മാതൃത്വം തെളിയിക്കപ്പെട്ട് തന്റെ സ്തനത്തിൽ നിന്ന് പാനം നടത്തി ആ കുഞ്ഞിനെ ഒന്ന് തലോടുമ്പോ ആ പെണ്ണിനുണ്ടാകുന്ന മാതൃത്വത്തിന്റെ ആ ഒരു തികവ്, ആ ഒരു മാഹാത്മ്യം ആ പെണ്ണിങ്ങനെ അനുഭവിക്കുന്ന, ഞാനൊരു ഉമ്മയായി എന്റെ സ്ത്രീത്വം തെളിയിക്കപ്പെട്ടു എന്ന ചിന്ത. അപ്പോഴാണ് കെട്ടിയോൻ കയറി വരുന്നത് 1 കിലോ കപ്പപ്പഴമായിട്ട്. എന്തെങ്കിലും ദേഷ്യം കാണിക്കോ? എന്തെങ്കിലും വെറുപ്പ് കാണിക്കോ? കണ്ടോയിക്ക നമ്മുടെ മോൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിപ്പിക്കും.
ഒരു അരമണിക്കൂർ മുമ്പത്തെ ഒരു 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ വേദന നമ്മളങ്ങ് മറന്നു. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോ ഈ പെണ്ണ് പ്രസവിച്ചു, നൊന്തു പെറ്റു. എന്നിട്ട് എങ്ങും പോകില്ല. കുഞ്ഞിനെ നോക്കി നോക്കിയിരിക്കും. കാല് വളരുന്നോ, കൈ വളരുന്നോ, തലമുടി വളരുന്നോ, പുരികം വളരുന്നോ, നോക്കി നോക്കി ആറ്റുനോറ്റ് നിലത്തു വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. വളർത്തി വളർത്തി 18 വയസ്സായി. ശൈശവം പിന്നിട്ട്, ബാല്യം പിന്നിട്ട്, കൗമാരം പിന്നിട്ട്, യൗവനത്തിലേക്ക് എത്തി 18 വയസ്സായി. ഇതിനിടയിൽ കാണാമറയത്തുള്ള ഒരാളും കൂടിയുണ്ട്. കൺവെട്ടത്തുള്ള ഉമ്മ ഇതൊക്കെ ചെയ്യുമ്പോഴും കാണാമറയത്ത് കഷ്ടപ്പെട്ട് എല്ല് മുറുകെ പണിയെടുത്ത് ചോര നീരാക്കി കൊണ്ടുവന്ന് ഈ ചെറിയ കിളികൾ അതിന്റെ വിറകുകൾ കൊണ്ടുവന്ന് കൂട് നിർമ്മിക്കാൻ ശേഖരിക്കുന്നത് പോലെ ഒരുമിച്ച് കൂട്ടി കൂട്ടി അവിടെയിട്ട് ഇവിടെയിട്ട്, അവിടെ നിന്നും പറ്റിപ്പ് കിട്ടി, ഇവിടെ നിന്നും തേപ്പ് കിട്ടി, അവസാനം ഉള്ളതൊക്കെ കൊണ്ടുവന്നു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി 15ഓ 20ഓ പവൻ സ്വർണം ഉണ്ടാക്കി. എന്റെ മോക്ക് 18 വയസ്സ് കഴിഞ്ഞു. ഇപ്പോ ആ മകളെ, നല്ല ഒരു മരുമകനെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരുത്തനെ കണ്ടെത്തണം. അങ്ങനെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ദുആയോടെ, പ്രാർത്ഥനയോടെ കാത്തിരുന്ന് നേരം വെളുത്ത് നോക്കുമ്പോ 20 പവനും ഇല്ല, പൊന്നാര മോളും ഇല്ല. പിന്നെയാണ് അറിയുന്നത് ഒരുത്തനോടൊപ്പം സ്ഥലം വിട്ടിരിക്കുന്നു. ഉമ്മയും വാപ്പയും പറഞ്ഞു അവൾക്ക് ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു, പക്ഷെ നമ്മളെ വിട്ട് പോകാൻ അവൾക്ക് പറ്റൂല. അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് കോടതിയിൽ അവളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കാൻ. ആ സമയത്ത് മോളെ, ഉമ്മച്ചി എല്ലാം പൊറുക്കാം, വാപ്പ എല്ലാം പൊറുക്കാം, നീ വാ എന്ന് പറയുമ്പോ ഏതുമ്മ? നിങ്ങളിൽ നിന്ന് മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും അല്ലാതെ എന്തെങ്കിലും ഞാൻ നേരിട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് ഈ അണ്ണം മതി, എന്നെ പൊന്നുപോലെ നോക്കും. ഏത് കരിവണ്ട് കണക്ക് നിൽക്കേണ്ട ഒരുത്തൻ. സുന്ദരിയായ പെണ്ണ് കരിവണ്ടിന്റോടൊപ്പം ഒളിച്ചോടി നല്ലൊരു മാപ്പിളയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള വാപ്പയുടെ ഉമ്മയുടെ സകല സങ്കല്പങ്ങളെയും തെറ്റിച്ച് ഏതോ പോകുമ്പോ ഒരു നല്ല കാണാനൊരു മൊഞ്ചുള്ളവരോടെ പോണ്ടേ, ഇതിനു വേണ്ടി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിരിക്കുക. ഞാൻ കുറ്റം പറയല്ല. ഒരു കോടതിയിൽ പറയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോളെ തീരുമാനിക്കട്ടെ, മോൾക്ക് വിട്ടിരിക്കുകയാണ്. ഈ പറയുന്നവൻ എത്ര ആവേശത്തോടെ പറയാൻ, മോളെ തീരുമാനിക്കട്ടെ. ഈ പറയുന്നവന്റെ വീട്ടിൽ നിന്ന് സ്വന്തം മോൾ ഒളിച്ചോടി പോകുമ്പോഴേ അതിന്റെ നീറ്റൽ ഉണ്ടാവുള്ളൂ, അപ്പോഴേ അതിന് നീറ്റൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പെണ്ണ് ഒളിച്ചോടി പോയി. പാപ്പയും ഉമ്മയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരുത്തനോടൊപ്പം പോയി. പോട്ടെ, നമ്മൾ ചിന്തിക്കും പോട്ടെ, മരിച്ചു എന്റെ മോള്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട മകൾക്ക് സർവ്വതും നശിച്ചു, നഷ്ടപ്പെട്ടു. ചരച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ ചണ്ടി പോലെ ആ പാവപ്പെട്ട പെൺകുട്ടി അവിടെ പീഡനങ്ങൾ ഏൽക്കാൻ തുടങ്ങി. അവസാനം വീട്ടിലേക്ക് വിളിച്ചു. പതിഞ്ഞ സ്വരത്തിൽ വാപ്പ ഫോൺ എടുത്തപ്പോ, ഉമ്മ ഫോൺ എടുത്തപ്പോൾ ഉമ്മയോട് മോള് പറഞ്ഞു, ഉമ്മ ഞാൻ വന്നോട്ടെ. ഒരൊറ്റ ഫോൺ വെപ്പാൻ എന്താ പറഞ്ഞിട്ട്, ഇങ്ങനൊരു മോളില്ല, മരിച്ചു. എന്നാലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ മോളെ കളയാൻ പറ്റില്ല, വിളിച്ചോണ്ട് വരും. അങ്ങനെ വിളിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകൾക്ക് അവൻ കൊടുത്ത സമ്മാനമായി കിട്ടിയ കുട്ടിയുമായിട്ട് കയറി വരുന്ന മകള് ഇവിടെ എങ്ങനെയൊക്കെയോ കുടിച്ച് തിന്ന് ജീവിച്ചു. ഈ വാപ്പ പറയുന്നു പോട്ടെ, എന്ത് ചെയ്യാൻ, അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഇവിടെയോ എനിക്ക് നാണക്കേടായി. ആ വാപ്പാക്ക് പിന്നെ പള്ളിയിൽ പോകാൻ വയ്യ, ആളുകളൊക്കെ നോക്കുന്നത് പിന്നെ അങ്ങേരെയാ. മോൾക്ക്, ഉമ്മാക്ക് മറ്റു സ്ഥലങ്ങളിൽ മരിപ്പിനോ കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല. അവിടെ ഒക്കെയും പോയാൽ എല്ലാവരും നോക്കുന്നത് ഈ പാവപ്പെട്ട ഉമ്മയെയാണ്. ഇളയ കുട്ടിക്ക് പിന്നെ ആലോചനകളൊന്നും വരുന്നില്ല. എല്ലാം മൂത്ത പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തെ പറ്റിയിട്ട് മാത്രമേ പറയാനുള്ളൂ. കുടുംബം നശിച്ചു, എല്ലാ രീതിയിലും അവര് വല്ലാത്ത സങ്കടത്തിലായി. അപ്പോഴും ബാപ്പയും ഉമ്മയും പറയുന്നത് പോട്ടെ, എന്ത് ചെയ്യാൻ, നാളെ പരലോകത്തെങ്കിലും നമുക്ക് രക്ഷപ്പെടാമല്ലോ. ചിന്തയുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? സിറാത്ത് പാലത്തിന്റെ മുമ്പിലെത്തുമ്പോ ഈ ഒളിച്ചോടിയ പെണ്ണ് വന്നിട്ട് റബ്ബിനോട് പറയുന്ന പദം എന്താണെന്നറിയോ? റബ്ബനാ വആതിഹിം ലൈഫൈനി മിനൽ അദാബ്, എന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഡബിൾ ശിക്ഷ കൊടു തമ്പുരാനേ. അവിടെയും നമുക്ക് നന്നായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ആ നിലയിൽ ഇഹത്തിലും പരത്തിലും നമ്മുടെ ശത്രുവായി മാറിയ മോള് ഖുർആൻ പറഞ്ഞതിൽ വല്ലതും തെറ്റുണ്ടോ?
തെറ്റുണ്ടോ? തെറ്റില്ല. സഹോദരി, മീൻ വാങ്ങിയതിന്റെ ബാലൻസ് പൈസ, പാല് വാങ്ങിയതിന്റെ ബാക്കി, ഫീസ് അടച്ചതിന്റെ ബാക്കി, ഗ്യാസ് എടുത്തതിന്റെ ബാക്കി, ഇതെല്ലാം സ്വരൂപിച്ച് കലത്തിൽ ഭർത്താവ് നോക്കാത്തടുത്തിടണമല്ലോ. ഭർത്താവ് നോക്കാത്തടുത്തിടണോ? പിന്നെ അതിന്റെ സ്ഥലം പറഞ്ഞുതരാം. അരിക്കലത്തിലൊക്കെ എല്ലാവർക്കും അറിയാം, പുരുഷന്മാർ ഓടി അരിക്കല ആദ്യം തപ്പുന്നേ. ഭർത്താവ് കാണാത്തടുത്ത് നിങ്ങൾക്ക് പൈസ വെക്കണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. കുടുംബ ക്ലാസ് ആയിരുന്നെങ്കിൽ അത് പറ്റിയേനെ. പക്ഷെ ഇപ്പൊ പറയുമ്പോ എന്തായാലും ഭർത്താക്കന്മാര് കേൾക്കുന്ന ആൾ അവിടെ ആയിരിക്കും ആദ്യം തപ്പുക. ഭർത്താക്കന്മാര് കാണാത്തടുത്ത് പൈസ വെക്കണമെങ്കിൽ ഖുർആനകത്ത് വെച്ചാൽ മതി. ഈ കാക്ക ജീവിതത്തിൽ തൊടാത്തൊരു സാധനമാണ്. അവിടെ ഭദ്രമായി ഇരുന്നോളും. ഈ പൈസ എവിടെയോ നീ സൂക്ഷിച്ചു വെച്ചു. ആ പൈസ ആരും കാണാതെ നീ പൂഴ്ത്തി വെച്ചു. എന്തിനാന്നറിയോ? ഒന്നിനുമല്ല. റബീഉൽ അവ്വൽ വരുമ്പോ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കണം. റമദാൻ വരുമ്പോ ഒരു ദിവസത്തെ നോമ്പ് തുറക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇയാളാണെങ്കിൽ ഒന്നും കൊടുക്കില്ല. അങ്ങനെ ഒരു ദിവസം ബാലൻസ് വന്ന പൈസ വെക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം എടുക്കുമ്പോ അതിനകത്ത് പൈസ കാണാനില്ല. ഇതെന്ത് ചെയ്തു? ഇതാര് മോഷ്ടിച്ചു? നോക്കുമ്പോണ്ട് 4 കാലിൽ വരുന്നുണ്ട് കെട്ടിയോൻ. അയാൾ എടുത്തോണ്ട് പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഭർത്താവ് നിങ്ങളുടെ ശത്രുവല്ലാന്ന്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹദറൂഹും. നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്. എല്ലാ മക്കളും അല്ല. ലൈഫായ ഹദീസാണെങ്കിലും ഞാനൊന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ജർവ കൽബിനെ വളർത്തലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ പട്ടിക്കുട്ടിയെ വളർത്തലാണ്. ഈ സ്റ്റേജിനടിയിൽ വന്ന പട്ടിയെ പോലെ നമ്മൾ ഓട്ടിച്ചില്ലേ? അള്ളാന്റെ ഹബീബ് പറയുന്നു, അവസാന കാലത്ത് സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ജർവ കൽബ് എന്ന് പറഞ്ഞ പട്ടിക്കുട്ടി, അതിനെ വളർത്തലാ നല്ലത്. അത് വാലെങ്കിലും ആട്ടി കാണിക്കും. ഇത് നമ്മുടെ വാലും തലയും മുറിച്ചോണ്ട് പോകാനേ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ശത്രുവാകുന്നതെന്നറിയോ? അതും കൂടെ കേട്ടോളി. ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ശത്രുവാകുന്നത് എങ്ങനെയാണ്? എന്റെ സമുദായത്തിൽ ഒരു കാലം വരാനുണ്ട്. ആ കാലം വന്നാൽ അവന്റെ നാശം അവന്റെ ഭാര്യ മക്കളുടെ കൈകൊണ്ടാണ്. സഹാബത്ത് അത്ഭുതത്തോടെ സംബീതരായി, പരിഭ്രമചിത്തരായി, വിശാരവിശ്വരായി, വിഷണ്ണരായി, ഭയവിഹുലരായി അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കൈകൊണ്ട്, മക്കളുടെ കൈകൊണ്ട് ഒരാളെ നശിക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? ജീവിത പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്നത് പെണ്ണാണ്. രാത്രി കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നപ്പോ പെണ്ണ് ഭർത്താവിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എനിക്കും ആഗ്രഹങ്ങളില്ലേ? എന്റെ കൂട്ടുകാരികൾക്കൊക്കെ നല്ല വീടായി, അതുകൊണ്ട് എനിക്കും ഒരാഗ്രഹമില്ലേ നല്ലൊരു വീട്ടിൽ കിടക്കാൻ? എന്നും ഈ വീട്ടിൽ തന്നെ കിടന്നാലോ? അയാള് ചോദിക്കുന്നു, പെണ്ണെ ഞാൻ എന്ത് ചെയ്യാനാ? 300 400 രൂപ ദിവസം കിട്ടുന്നു, എങ്ങനെ വീടുണ്ടാക്കാനാ? അവസാനം ഭാര്യ പൊന്നെ ചക്കരേന്നൊക്കെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാ, നിങ്ങളൊരു കാര്യം ചെയ്യും, ലോൺ എടുക്കുമോ? അങ്ങനെ ബാങ്കിൽ ചെന്ന് ലോൺ എടുത്തു. അയാളോട് പറഞ്ഞു, അയാൾ ചോദിച്ചു, ലോൺ എടുത്താൽ പിന്നെ എങ്ങനാ മോളെ അടയ്ക്കുക? അതിന് നിങ്ങൾ ഗൾഫിൽ പോകണം. ഒരാണെന്നും പറഞ്ഞിട്ട് നടക്കുകയാണല്ലോ. നിങ്ങളൊരാണാണോ? 3 മക്കളെ വാപ്പയോട് പെണ്ണ് ചോദിക്കുന്നു, ആണാണോ? അതെ. അങ്ങനെ ആ പാവപ്പെട്ടവൻ അതിൽ വീണു. തലേണം അമ്പലത്തിൽ വീണിട്ട് ലോൺ എടുത്തു വീട് വെച്ചു. ആ 10 ലക്ഷം ലോൺ എടുത്തിട്ട് വീട് വെച്ചു. രണ്ട് ഡോർ ഇട്ടു, ഫ്രണ്ടിലും ബാക്കിലും 2 ഡോർ ഇട്ടു. ഒന്ന് കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ട് അകത്ത് താമസം ആരംഭിച്ചു. ഈ ലോൺ പിറ്റേ മാസം മൂലം അടയ്ക്കണമല്ലോ. അതിന് പാവപ്പെട്ടവന് വിദേശത്ത് പോവുകയാ. 10 വർഷം 10 ലക്ഷം രൂപയുടെ ലോൺ അടയ്ക്കാൻ 10 വർഷം ഗൾഫിൽ നിന്നു. സുബ്ഹാനല്ലാഹ്. അടച്ചിരുന്നപ്പോ മുതൽ അങ്ങനെയുണ്ട്, പലിശ മാത്രമേ അടഞ്ഞിട്ടുള്ളൂ. അവസാനം അവിടെ നിന്ന് കയറി വന്നു ഷുഗർ, അവിടെ നിന്ന് കയറി വന്നു പ്രഷറായി, എല്ലാ രോഗങ്ങളും ആ ശരീരത്തെ കാർന്ന് തിന്നാൻ തുടങ്ങി. അവസാനം ഭർത്താവ് വന്നിട്ട് ആ സ്ഥലവും വീടും അങ്ങ് വിൽക്കാൻ
നിൽക്കാൻ തീരുമാനിച്ചു. വാടക വീട്ടിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വാടക കൊടുത്തു മുടിഞ്ഞ് ഒരു ഭാഗത്ത് പോകുമ്പോൾ പലിശക്കാര് വിടുന്നില്ല, ഒരു ഭാഗത്ത് ഭാര്യയുടെ കുറ്റപ്പെടുത്തല്, ഒരു ഭാഗത്ത് നാണക്കേട്. ഇതെല്ലാം അനുഭവിച്ചിട്ട് മാനസിക വ്യഥയോടെ ഒരു ദിവസം തന്റെ പറമ്പില് അല്ലെങ്കിൽ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിലെ കയറ് കഴുത്തിൽ കുരുക്കിയിട്ട് ആത്മഹത്യ ചെയ്തു. ചോദിക്കട്ടെ ചെറുപ്പക്കാര്, ഈ പാവപ്പെട്ട സഹോദരൻ മരിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പെണ്ണിന്റെ ദുരാഗ്രഹമല്ലേ? പ്രാരാബ്ദങ്ങളെ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്ന പെണ്ണ്, അതും നീ നിന്റെ ഭർത്താവിന്റെ ശത്രുവാ. ഇത് നമുക്ക് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് പറഞ്ഞു, നബിയെ വിളിക്ക് ഭാര്യമാരെ, അംദിസ് ഇനിസ്വതിൻ വഫാത്തിൽ മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. ഭാര്യമാരെ മുഴുവനും വിളിച്ചു. എന്നിട്ട് നബിയെ, ചോരയ്ക്ക് പട്ടിണിയാകും നിങ്ങൾക്ക് ഉണ്ടാവുക, സഹിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടാം. ആയിഷ ബീവിയുടെ അടുത്തെത്തിയപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ നീ അഭിപ്രായം പറയണ്ട, എന്നോടുള്ള സ്നേഹം കൊണ്ട്, നിന്റെ പ്രായത്തിന്റെ ചാപല്യം കൊണ്ട് നീ അതേ നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്റെ അഭിപ്രായം വാപ്പ അബൂബക്കർ പറയട്ടെ, ഉമ്മ റൂമാം പറയട്ടെ. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ എല്ലാ ഭാര്യമാരും ഏകസ്വരത്തിൽ പറഞ്ഞു. അബൂബക്കർ തങ്ങളും പറഞ്ഞു, നബിയേ, സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരയാണ് വൈവാഹികം. സന്തോഷം വന്നാലും ഒരുമിച്ച്, ദുഃഖം വന്നാലും ഒരുമിച്ച് ഞങ്ങൾ സഹിച്ചു നിന്നോളാം. ഒരു പെണ്ണിനെ കൊണ്ട് പറ്റൂല, ഒരു സ്ത്രീയെ കൊണ്ട് പറ്റില്ല നിൽക്കാൻ. ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറുമ്പോ പറിച്ചു നടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വന്തം വീട്ടിലെ പെണ്ണിനോട് പറയുന്നത് എന്താ? സ്നേഹം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുമ്പോ ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റില്ലെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ, സ്വന്തം വീട്ടിൽ വെച്ച പെണ്ണുങ്ങളോട് പറയുന്ന എന്താ? പെൺമക്കളോട്, നീ ഇവിടെ വളരേണ്ടതല്ല, നീ വേറെ ഏതോ വീട്ടിൽ വളരേണ്ടതാണ്. ശരിയല്ലേ? 18 വയസ്സാകുമ്പോ കെട്ടിച്ച് നീ വേറെ വിടൂലേ? നീ വേറെ ഒരുത്തിക്ക് കലവും ചട്ടിയും കഴിവാനുള്ളവളാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പറയും. ഇനി കെട്ടി അവിടെ കൊണ്ടുപോയാൽ അവിടെ പറയുന്നതോ, നീ ഇവിടത്തവളല്ല, നീ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. അവ ദുനിയാവില് ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയാത്തൊരു സമൂഹമാണ് സ്ത്രീ സമൂഹം. പക്ഷെ അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് ഭാര്യമാരോട് ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ അഭിപ്രായം? നിക്കണോ പോകണോ? ഞങ്ങൾ നിന്നോളാം, നിക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ച്, ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ വന്ന് അവസാനം ഓരോ മനുഷ്യനും പലിശയ്ക്ക് പണമെടുപ്പിക്കുന്നു. നിങ്ങൾക്കറിയൂലേ, വനാന്തരത്തിലൂടെ, ഘോരവനത്തിലൂടെ സപ്തർഷിമാര് സഞ്ചിയും തോളത്ത് തൂക്കി വരികയാണ്. സഞ്ചിയും തോളത്ത് തൂക്കി സപ്തർഷിമാര് വരുമ്പോ വനവേടം മുന്നിൽ വന്ന് പിടികൂടി. വനവേടം വന്നിട്ട് സഞ്ചി പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് സപ്തർഷിമാര് ചോദിച്ചു, അത്ര വനവേട എന്തിനാ പിടിച്ചു പറിക്കുന്നത്? എന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാ. വനവേടനോട് സപ്തർഷിമാര് ചോദിച്ചു, വനവേട നീ പിടിച്ചു പറിക്കുന്നത് യമലോകത്ത് ശിക്ഷിക്കപ്പെടും. അന്ന് ശിക്ഷ നീ ഒറ്റയ്ക്ക് വാങ്ങുവോ, അതെ നിന്റെ ഭാര്യ കൂടി പങ്കാവോ? നിന്റെ ഭാര്യ കൂടി ശിക്ഷ പങ്കാവോ, അതെ നീ ഒറ്റയ്ക്ക് സഹിക്കുവോ? സപ്തർഷിമാരോട് വനവേടൻ പറഞ്ഞു, എനിക്കറിയില്ല, ചോദിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. വനവേടൻ ഓടി വന്നു ഭാര്യയോട് ചോദിച്ചു, അല്ല, നീ പിടിച്ചുപറിക്കപ്പെട്ട് ഞാൻ പിടിച്ചുപറിച്ചു കൊണ്ടുതരുന്ന സാധനം നീ തിന്നുന്നു, നാളെ യമലോകത്ത് ശിക്ഷ വാങ്ങുമ്പോ എന്നോടൊപ്പം നീ കൂടെ ശിക്ഷ പകുത്തെടുക്കുമെന്ന് ചോദിച്ചു. ഭാര്യ വനവേടനോട് പറഞ്ഞു, പിടിച്ചു പറിച്ചുകൊണ്ട് തരേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, ശിക്ഷ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇടിയൊക്കെ നിങ്ങൾ തന്നെ വാങ്ങണം, ഞാൻ വാങ്ങൂല.
ഞാൻ വാങ്ങൂല. വനവേടൻ ഓടി സപ്തർഷിമാരുടെ മുമ്പിൽ വന്നു. ഒരു ചുവട് മുന്നോട്ട് വെക്കാതെ സപ്തർഷിമാര് വനവേടനെ കാത്തുനിന്നു. വനവേടൻ വന്നിട്ട് പറഞ്ഞു സപ്തർഷിമാരോട്, മഹർഷിമാരെ, ഒരിക്കലും എന്റെ ഭാര്യ എന്റെ ശിക്ഷ പകുത്തെടുക്കൂല. ആ സമയത്ത് സപ്തർഷിമാര് ചോദിച്ചു, ഇനി പറ, നിനക്ക് മോഷ്ടിക്കണോ പിടിച്ചു പറിക്കണോ? വേണ്ട, ഞാൻ നിർത്തി. ഇനി എന്താ നിന്റെ പരിപാടി? എനിക്ക് ധ്യാന നിമഗ്നനാകണം. ആരുടെയും കണ്ണിൽ പെടാത്ത ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് സപ്തർഷിമാരുടെ ഇടപെടലിലൂടെ പിടിച്ചു പറിക്കാമെന്ന വനവേടൻ ധ്യാനം കൊണ്ടു. ആ ധ്യാനത്തിലിരുന്ന് 4 ഭാഗത്ത് ചിതൽ പുറ്റു വന്നു. 4 ഭാഗത്ത് ഉറുമ്പ് കൂട് വെച്ചു, വലിയ കൂട് കെട്ടി. ആ വനവേടൻ ആരെന്നറിയോ? വനവേടനാണ് പ്രിയപ്പെട്ടവരെ മാനുഷാദ അരുള് കാട്ടാള എന്ന് പറഞ്ഞ വാൽമീകി മഹർഷി. വാൽമീകി എന്ന് പറഞ്ഞാൽ തന്നെ ഉറുമ്പിന്റെ പുറ്റെന്നാണ്. ഉറുമ്പിന്റെ പുറ്റിനിടയിൽ, ചിതൽ പുറ്റിനിടയിൽ എന്തുകൊണ്ട് ധ്യാന നിമഗ്നനായിരിക്കുന്ന ആ വനവേടൻ എന്തുകൊണ്ട് ഇങ്ങനെയായി? ഒരു കാര്യം നമ്മൾ അറിയണം, ശിക്ഷകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വഹിക്കണം. ഭാര്യാമക്കള് അവരെ നമ്മളെ പലതും പ്രലോഭിപ്പിക്കും. അത് കൂടെ നിൽക്കുന്ന ഭാര്യമാരുമുണ്ട്, അഷ്റഫുൽ ഖൽക്കിന്റെ മഹതിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ നിൽക്കാൻ കഴിയണം. ഒരിക്കലും കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാകരുത്. അത് തെറ്റുകൾ ചെയ്യിപ്പിക്കുമ്പോഴാണ്. എപ്പോഴും നമ്മൾ അറിയണം, എങ്ങനെയാണ് വേടൻ വന്നിട്ട് വല വിരിക്കുന്നത്? വിശപ്പ് കൊണ്ടാണ്. വേടൻ വല വിരിച്ചത് എന്തിനാണ്? വിശപ്പ് കൊണ്ട്. ഈ വേട്ട മൃഗം വലയിൽ കുടുങ്ങിയത് എന്തിന്റെ പേരിലാണ്? മനസ്സിലായില്ല. ചൂണ്ടയും ഇട്ടുകൊണ്ട് പാലത്തിന്റെ മുകളിൽ ചൂണ്ട ഇട്ടുകൊണ്ടിരുത്ത് നിൽക്കുന്നു. അവന് വിശപ്പ് കൊണ്ടാണ് ചൂണ്ടയിടുന്നത്. ആ മീൻ കിട്ടിയിട്ട് വേണം പൊരിച്ച് തിന്നാൻ, വിശപ്പടക്കാൻ. ഈ ചൂണ്ടയിൽ വന്ന് പിടിക്കുന്ന മീൻ എന്തുകൊണ്ടാ പിടിക്കുന്നത്? വിശപ്പ് കൊണ്ടാണ്. ആ ചൂണ്ടയുടെ അഗ്രഭാഗത്ത് വേസ്റ്റ് കെട്ടിയിട്ട് തീറ്റയാണെന്ന് പറഞ്ഞ് ആ മത്സ്യം വന്ന് അതിൽ പിടിക്കും. വിശപ്പ്, മീനിനും വിശപ്പ്, മീൻ പിടിക്കുന്ന മുക്കുവനും വിശപ്പ്, ലോകത്ത് വിശപ്പോട് വിശപ്പ്. പക്ഷേ അള്ളാഹു അനുവദിച്ച മാർഗത്തിലല്ലാതെ ഒരാളും മറ്റൊരാളെ പ്രേരിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ സ്വന്തം ഭർത്താവ് ഭാര്യയുടെ ശത്രു, സ്വന്തം ഭാര്യ ഭർത്താവിന്റെ ശത്രു, മക്കൾ ശത്രുവോട് ശത്രു. ഇതാണ് 3ാമത്തെ ശത്രു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറിച്ച് ഈ മക്കള് എന്താകണം? ഈ മക്കളാകേണ്ടത് മറ്റൊന്നുമല്ല, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. പടച്ചവനെ, എന്റെ സന്താന പരമ്പരകളിലും എന്റെ ഇണകളിലും ഭാര്യ ദ്വാരക്കുമ്പോ ഭർത്താവ്, ഭർത്താവ് ദ്വാരക്കുമ്പോ ഭാര്യ. അല്ലാഹുവേ, എന്റെ ഇണകളിലും എന്റെ സന്താനങ്ങളിലും ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഖുർറത അയുനിന്, കണ്ണിന് കുളിർമയാണ് റബ്ബേ. കണ്ണിന് കുളിർമ തരണേ അല്ലാ. എന്റെ മക്കൾ എനിക്ക് കണ്ണിന് കുളിർമയാകണം. എന്റെ ഭാര്യ ഭർത്താവേ, എന്റെ ഭർത്താവേ ഭാര്യ കണ്ണിന് കുളിർമയാകണം. ആ കുളിർമയായി മാറണം, ശത്രുവാകരുത്. ഇതാണ് ഖുർആൻ പറഞ്ഞ 3ാമത്തെ ശത്രു. ഇനി 4ഉം 5ഉം 6ഉം ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച ആ ശത്രുക്കളെ കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കി ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പാഠം ഉൾക്കൊണ്ട് ശത്രുവിനെ തിരിച്ചറിയലാണ് ഏറ്റവും വലിയ ധീരത. അല്ലാതെ ശത്രുവിനെ മനസ്സിലാക്കാതെ പോകുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ശൂരത്വമാണ്. അതുകൊണ്ട് കൃത്യമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ശത്രുവിനെ തിരിച്ചറിയാൻ കരുതിയിരിക്കുക. 4ാമത്തെ ശത്രു എന്ന് പറയുന്നത് മുനാഫിഖാൻ, കപട വിശ്വാസികളാണ്. നമുക്കറിയാൻ പറ്റൂല, നെഞ്ചറ്റം വരെ ദാടി കാണും, നെഞ്ചറ്റം വരെ ദാടി കാണും. നിസ്കാരത്തഴമ്പ് അടുപ്പിന്റെ കല്ല് 3 കല്ല് പോലെയായിരിക്കും, കണങ്കാലിന് മുകളിൽ മുണ്ടുണ്ടായിരിക്കും. അവരുടെ ആകാര വടിവ് കയ്യിൽ തസ്ബീഹ് മാലയായിരിക്കും, വിരലുകളിൽ ഓരോ വിരലിലും എന്താ കൗണ്ടറായിരിക്കും. ഇതില് സലാത്തിയല്ല, ഇതില് ദിക്ർ ചെല്ലാൻ, ഇതില് സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ നടക്കും. അല്ലാഹ് പറയുന്നു, വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, നിങ്ങൾ അവരെ
കണ്ടാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതമായിരിക്കും. അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വല്ലാതെ അതിൽ ആകൃഷ്ടരായി ആ ഒരു സൗകുമാരിതയിൽ ആ വാക് സാമർത്ഥ്യത്തിൽ നിങ്ങൾ വീണു പോകും. കന്നഹും ഹുശുബും മുസന്നദ. പക്ഷേ ചാരി വെച്ച കൊന്ന തടി പോലെയാണ് ഇവനൊക്കെ. അറിയാൻ പറ്റില്ല. ചിലപ്പോ പേര് അബ്ദുള്ള എന്നായിരിക്കും, ചിലപ്പോ ആരിഫ് എന്നായിരിക്കും. ഇതൊക്കെ മുസ്ലിമാണ്. പേര് കേട്ടാൽ അല്ലോ എന്തൊരു പേരാ, അല്ലെങ്കിൽ ആളിനെ കണ്ടാൽ എന്തൊരു കുറവാണ്, സംസാരിക്കുന്നത് കേട്ടാൽ എന്തിന്റെ കുറവാണ്. പക്ഷേ ഇവരൊക്കെ മുനാഫിഖാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, ഹുമുൽ അദുവ്വു ഫഹ്ദറുഹും. ഗൗരവത്തോടെ ഇരുന്നോ, ഇവർ നിങ്ങളുടെ ശത്രുക്കളാണ്. ഞാൻ 2-3 അടയാളങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ ഇബ്നു കസീറിൽ കൊടുത്തിട്ടുള്ള ഒരു 4-5 അടയാളങ്ങളുടെ മുനാഫിക്കിൻ്റെത് പറയാം. നമ്മളിൽ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. 5-6 ഏതാണെന്ന് കൂടി പറയും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 4ാമത്തെ ശത്രു മുനാഫിഖാണ്. ആ ശബ്ദമാധുര്യം നമ്മളെ വല്ലാതെ കേട്ടിരുത്തും, നമ്മളെ വല്ലാതെ കോർമയിൽ കൊള്ളിപ്പിക്കും. അവരുടെ ആകാര സൗട്ടവം നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. അവരെ നിങ്ങളെ ശത്രുവാണ്, സൂക്ഷിച്ചോളൂ എന്ന് ഖുർആൻ പറയുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ഇവരുടെ അടയാളം എന്തെന്നറിയോ? തഹിയ്യത്തുഹും ലഅനാ തആമുഹും നഹ്ബാ. തഹിയ്യത്തുഹും ലഅനാ, അവരുടെ അഭിവാദനം ശാപവാക്കാണ്. മുനാഫിക്കിന്റെ അടയാളം പറഞ്ഞുതരാം. പള്ളിയിലെ ഉസ്താദ് വരികയാണ്. ആ ഉസ്താദ് വരുമ്പോ ചില ആളുകൾ വഴി നിൽക്കും. ഉസ്താദ് എങ്ങോട്ടാ? എന്തൊരു ഭവ്യത, ബഹുമാനമാണ്. ഉസ്താദ് എങ്ങോട്ടാ? ഉസ്താദ് പറയും, ഞാൻ പുറത്തോട്ട് പോവാൻ. ആ ശരി ഉസ്താദെ, സുഖാണല്ലോ, എത്ര നല്ല സംസാരം. ആ നിൽക്കുന്ന നിപ്പ കണ്ട നമുക്ക് വലിയ ആദരവ് തോന്നും. കാണുമ്പോ വല്ലാത്ത അത്ഭുതം, സംസാരം വല്ലാത്ത മാധുര്യം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഉസ്താദ് എങ്ങോട്ട് പോണു എന്ന് ചോദിച്ച ആള് ഉസ്താദ് അങ്ങോട്ട് പോകുമ്പോൾ പറയും, ഇവൻ ആരെന്നറിയോ? ഇനി ഉസ്താദാണെങ്കിൽ തിരിച്ച്, സാർ എങ്ങോട്ടാ പോകുന്നേ? സാറ് പറയും, ഞാൻ പുറത്തോട്ട് പോവാൻ. ആ സാറിന് സുഖമാണോ? വീട്ടുകാർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുക. സാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറയും, ഇവൻ ലോകം കണ്ട മുഫ്തിനാണ്. ഇവൻ ആരെന്നറിയോ? തഹിയ്യത്തുഹും ലഅനാ, അഭിവാദനം മുഴുവനും ശാപവാക്കാണ്. ഇത് പ്രിയപ്പെട്ടവരെ ലക്ഷണം മുനാഫിഖിന്റേതാണ്. രണ്ടാമത് പറഞ്ഞ തആമുഹും നഹ്ബാ, ഇവൻ കഴിക്കുന്നതൊക്കെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചുമാണ്. ആളുകളെ പിടിച്ചു പറിച്ചാ തിന്നുന്നത്, ആളുകളെ തട്ടിച്ചിട്ടാണ് അവന് ഭക്ഷണം കഴിക്കുന്നത്. അത് മുനാഫിഖിന്റെ അടയാളമാണ്. ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ. മുനാഫിഖ് എന്ന 4ാമത്തെ ശത്രുവിന്റെ അടയാളം റസൂലുള്ളാഹി പറഞ്ഞത്, ലാ യഖറബൂനൽ മസ്ജിദ ഇല്ലാ ഹജ്റാ. ഈ കാക്ക പെരുന്നാളിനെ പള്ളി കയറൂ. മുനാഫിഖ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം. പല സൈസാണ്. ചിലര് പെരുന്നാളിന് മാത്രം. പണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ പോയിട്ട് എങ്ങനെയോ കൂട്ടുകാരന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പണ്ടെങ്ങാനും പള്ളി പഠിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ. മയ്യത്ത് നിസ്കാരത്തിന് പോയി നിസ്കരിച്ചിട്ട് വെളിയിറങ്ങിട്ട് ചോദിക്കുന്നു, അല്ല ഇപ്പൊ റുക്കുവും സുജൂദും ഒക്കെ നിർത്തിയ? മയ്യത്ത് നിസ്കാരത്തിൽ റുക്കുവും സുജൂദും ഇല്ലല്ലോ. ഈ കാക്ക പണ്ട് മദ്രസയെ പഠിപ്പിച്ചപ്പോ ഉസ്താദിന്റെ അടി കൊണ്ട് പള്ളി കയറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. പെരുന്നാളിന് മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വിഭാഗം. പിന്നെ അല്പം കൂടെ ഈമാൻ ഇച്ചിരി കൂടുതലുള്ള ചില ആളുകളുണ്ട്. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ കയറും, വെള്ളിയാഴ്ചയും കൂടെ കയറും, പെരുന്നാളിന് മാത്രമല്ല. ഇച്ചിരി അല്പം കൂടെ ഈമാൻ അങ്ങോട്ട് കൂടുതലുള്ള ആളുകളുണ്ട്. അവർ മഗ്രിബ് ഇശായിനും കറക്റ്റ് പള്ളിയിൽ കാണും. കാരണം ഇത് രണ്ടിന്റെ ഇടയിൽ വേറെ തിരക്കൊന്നുമില്ല. സുബഹി കഴിഞ്ഞാൽ ഉറങ്ങണം, കാപ്പി കുടിക്കണം. ലോഹർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, ജോലിയുണ്ട്. അസർ കഴിഞ്ഞാൽ ചായ കുടിക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇശ കഴിഞ്ഞാൽ ഉറങ്ങണം. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ 20 മിനിറ്റ് പുറം പള്ളിയിൽ നല്ല ഫിത്ന കൗണ്ടർ ഉണ്ട്. ഫിത്നയുടെ കൗണ്ടർ ഉണ്ട്. അവിടെ പോയി ഇരിക്കുക. പള്ളിയുടെ ഉസ്താദ് ബിസ്മി ചൊല്ലി ഖത്തീബ് പോലെ തുടങ്ങി നാട്ടിലെ മുഴുവൻ ആളുകളെ പറ്റിയും ഫസാദ് പറഞ്ഞ് ഇശാക്ക് ബാങ്ക് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു നിസ്കാരം, പൊട്ടിക്കിടന്നൊരു ദുആ, എഴുന്നേറ്റൊരു പോക്ക്. വീട്ടിൽ കിടന്ന് അല്ലെങ്കിൽ മൺവെട്ടി എടുത്തൊന്ന് കിളച്ചിട്ടൊരു 10 മൂട് മരിച്ചിനി വെച്ചൂടെ? എത്ര നല്ല എക്സർസൈസും ആയി, മരിച്ചിനി. ഒരു ഉപയോഗം ഇല്ല പള്ളി വരുന്നത്, ഒരു ഉപയോഗം ഇല്ല. ഉള്ളതുപോലെ പറയണം. ഇഷ്ടപ്പെട്ടില്ല അടുത്ത കൊല്ലം വിളിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഇല്ല ഹജ്റ, ഇടയ്ക്കിടയ്ക്ക് മാത്രം പള്ളിയിൽ വരും, വല്ലപ്പോഴും ഒരിക്കൽ വരും. നിഫാഖിന്റെ അടയാളമാണ്.
തീരുന്നില്ല. മറ്റൊരടയാളം ലാ യഅ്തൂന സലാത്ത ഇല്ലാ ദുബറാ. ജമാഅത്ത് തീർന്നിട്ട് പള്ളിയിൽ വരും ചില ആളുകൾ. നിസ്കാരം ഒരു ദിവസം പറ്റി പോട്ടെ, 2 ദിവസം പറ്റി പോട്ടെ, എന്നും ഇയാള് പള്ളിയിൽ വരുന്നത് ജമാഅത്തിന് കൂടൂല. എല്ലാരും ജമാഅത്ത് കഴിഞ്ഞ് പോകുമ്പോ പുറത്തു വന്നൊരു നിസ്കാരം. ലാ യഅ്തൂന സലാത്ത ഇല്ലാ ദുബറാ. ഈ മനുഷ്യന്റെ നിസ്കാരം പിന്തിയുള്ള നിസ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, തീരുന്നില്ല. മുസ്തക്ബിരി, അഹങ്കാരിയാണ്, മിണ്ടാൻ പറ്റൂല. കടിച്ചു കീറുന്ന ഏതോ വലിയ ഒരു രൗദ്രതയുള്ള ക്ഷുദ്രജീവിയുടെ സ്വഭാവമാണ്. ലാ യഅ്ലിഫൂന വലാ യുലഫൂൻ. ഒരു മയവും ഇല്ല. സംസാരിക്കാൻ പറ്റൂല, കാണ്ടാമൃഗത്തിന്റെ സംസാരം. മിണ്ടാൻ പറ്റൂല, മുനാഫിക്കിന്റെ അടയാളമാണ്. ഇനിയോ റസൂലുള്ളാഹി പറയുന്ന 2 കൂടെ ഖുശബും ബില്ലൈലി, രാത്രി കൊന്നത്തടി പോലെ കിടന്നുറങ്ങും. ചോദിച്ചു നോക്ക് ഭാര്യയോട്, വടവൃക്ഷം വീണതുപോലെ ഒരു ഉറക്കമാണ്. രാത്രി നിസ്കരിക്കൂല, ഒരൊറ്റ ഉറക്കമാണ്. ഒരു തടിക്കഷണം കിടക്കും പോലെ കിടക്കുന്നു. ഇനി നേരം വെളുത്തെഴുന്നേറ്റാലോ സഹബും ബിന്നഹാർ, പകലോ യവന്റെ വാ തുറന്ന പ്രശ്നമാണ്. പള്ളിയിൽ ബഹളം, ഓഫീസിൽ ബഹളം, കമ്മിറ്റിയിൽ ബഹളം, പള്ളിപ്പറമ്പിൽ ബഹളം, മദ്രസയിൽ ബഹളം, കമ്പോളത്തിൽ ബഹളം, എവിടെ പോയാലും ബഹളം. യവന് വാ തുറന്നാല് പ്രശ്നം തന്നെയാണ്. ഇത് മുനാഫിക്കിന്റെ അടയാളമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത ആമിനാടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുട് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനി 5ാമത്തെ ശത്രു ഏതെന്നറിയോ? കാഫിറാണ്. 6ാമത്തേത് യഹൂദികളാണ്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ 6 ശത്രുക്കളെ പറഞ്ഞു. 1ാമത്തേത് ശൈത്താനാണ്. 2ാമത്തേത് പരസ്പരം നമ്മൾ ശത്രുവാകലാണ്. 3ാമത്തേത് കുടുംബമാണ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്. 4ാമത്തെ ശത്രു അല്ലാഹു പരിചയപ്പെടുത്തി മുനാഫിക്കാണ്, കപടന്മാരാണ്. 5ാമത്തേത് കാഫിറുകളാണ്. 6ാമത്തേത് അല്ലാഹു പറയുന്നു യഹൂദികളാണ്. ലതജിദന്ന അശദ്ദന്നാസ് അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ്. ജൂതന്മാരാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നു ശത്രുക്കൾ. അല്ലാഹുവേ, ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് ശത്രുക്കളെ തിരിച്ചറിയാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്.